കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് കാണുന്നു. ഈ മോശയോട് യഹോവ മുർപ്പടപ്പിൽ പ്രത്യക്ഷനായതിനു ശേഷം അവനോട് മിസ്രൈമിലേക്ക് കടന്നു പോകുവാൻ പറഞ്ഞു. അപ്പോൾ താൻ മന്ദനാവുള്ളവനാണ്, സംസാരിക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അഹരോനെ അവന് നാവായിട്ട് ദൈവം കൊടുത്തു. അങ്ങനെ മോശെ മിസ്രൈം ദേശത്ത് പോയപ്പോൾ മരുഭൂമിയിൽ വെച്ച് അഹരോൻ തന്നെ എതിരേൽപ്പാൻ വന്നു. അഹരോനോട് യഹോവ തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയും പറയുകയും യഹോവ കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവർ നേരെ മൂപ്പന്മാരടുത്തേക്ക്, മിസ്രൈമിൽ താമസിച്ചിരുന്ന മൂപ്പന്മാരടുത്തേക്ക് ചെന്നിട്ട് യഹോവ പ്രത്യക്ഷപ്പെട്ടതും ഇസ്രായേൽ ജനങ്ങളുടെ കണ്ണുനീര് കണ്ടു, അതുകൊണ്ട് വിടുവിപ്പാൻ തന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ പക്കൽ യഹോവ കാണിച്ചു കൊടുത്ത 3 അടയാളങ്ങളുണ്ടായിരുന്നു. 1, വടി താഴെ ഇടുമ്പോൾ പാമ്പാകുന്നത്. 2, കൈ തൻ്റെ പോക്കറ്റിലിട്ടപ്പോൾ കുഷ്ഠരോഗമായി മാറിയത്. 3, വെള്ളം നിലത്തൊഴിച്ചപ്പോൾ അത് രക്തമായി മാറിയത്. ഈ 3 അടയാളവും മൂപ്പന്മാരെ കാണിച്ചപ്പോൾ അവർ വിശ്വസിച്ചു. അങ്ങനെ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്നറിഞ്ഞപ്പോൾ ജനം താഴെ വീണ് കുമ്പിട്ട് നമസ്കരിച്ചു എന്നാണ് നാം ആ വചനത്തിൽ വായിച്ചു കേട്ടത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം പടുന്ന ഒരു കഷ്ടതകൾ, കണ്ണുനീരുകൾ ഒന്നും കർത്താവ് അറിയാതെയല്ല. ഒരു ദിവസം ഇസ്രായേൽ ജനങ്ങളെ യഹോവ സന്ദർശിച്ചതുപോലെ നമ്മയും സന്ദർശിക്കും. നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കുമ്പിട്ട് വണങ്ങുമാറ് ദൈവമാക്കും. ആയതുകൊണ്ട് ഓരോ ദിവസം പ്രാർത്ഥനയോടും ഉപവാസത്തോടും നിലവിളിയോടും കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിയ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് കർത്താവെ 400 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചതുപോലെ കർത്താവെ, നിൻ്റെ മക്കൾ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ അറിവ് വെച്ചത് മുതൽ അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് മാറി മാറി വരുന്ന രോഗങ്ങൾ, കഷ്ടതകൾ, പീഡകളിൽ നിന്ന് കർത്താവെ നീ ഒരു ദിവസം വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസവും പ്രത്യാശയും നിൻ്റെ മക്കൾക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം കേട്ട് കർത്താവെ നിന്നിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.